നമസ്കാരം. ഇന്ന് നമുക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്കായി 2 കപ്പ് ബസ്മതി അരി നന്നായി കഴുകി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുക്കാം. ഒരു 8-10 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ചേർക്കാം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് ഒരു 3/4 വേവാക്കി എടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം അരി 3/4 വേവായിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഒരു സവാള അരിഞ്ഞത്, ഒരു വലിയ ക്യാരറ്റ് അരിഞ്ഞത്, ഒരു പീസ് പൈനാപ്പിൾ അരിഞ്ഞത്, ഒരു പകുതി നാരങ്ങ, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, 2 ഏലക്ക ചതച്ചത്, 1 സ്പൂൺ പെരിഞ്ജീരകം, 5-6 ഗ്രാമ്പൂ, കറുവപ്പട്ട, കുറച്ച് മല്ലിയില അരിഞ്ഞത്. അടുപ്പത്ത് വെച്ച് നെയ്യോ ഡാൽഡയോ നല്ലതുപോലെ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് സവാള ചേർത്ത് വറുത്തെടുക്കാം. ഉള്ളി മൂത്തിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള ഡാൽഡയിലേക്ക് ക്യാരറ്റ് ചേർത്ത് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ചേർക്കാം. നെയ്യ് ഉരുകിയ ശേഷം അതിലേക്ക് കിസ്മിസ് ചേർക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാം. അണ്ടിപ്പരിപ്പൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഗ്രാമ്പൂ, പട്ടയും ഏലക്കയും പെരിഞ്ജീരകവും ചേർത്ത് ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ക്യാരറ്റ് വഴറ്റി വച്ചിരിക്കുന്നത് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർക്കാം. പൈനാപ്പിൾ വേണമെന്നുള്ളവർ ചേർത്താൽ മതി. അധികം പൈനാപ്പിൾ ചേർത്ത് കഴിഞ്ഞാൽ ചോറിനൊരു പുളിപ്പുണ്ടാവും. ഇനി ഇതിലേക്ക് തണുപ്പിച്ച ചോറ് ചേർക്കാം. എന്നിട്ട് ചെറുതീയിൽ 5 മിനിറ്റ് നന്നായി ഇളക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോയെന്ന് നോക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മല്ലിയിലയോ പുതിനയിലയോ ചേർത്ത് വാങ്ങാം. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡി.